ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് it is the degree of responsiveness of quantity demanded of a commodity to a change in the income of the consumer. Degree of responsiveness of quantity demanded of a commodity, that is the proportionate change in quantity demanded to a given proportionate change in income of the consumer. കൺസ്യൂമറിൻ്റെ ഇൻകത്തിലുണ്ടാകുന്ന ആനുപാതികമായ മാറ്റത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തൊക്കെയാണ്, ആനുപാതികമായ മാറ്റത്തെയാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. മാത്തമാറ്റിക്കലി നമുക്കതിനെ ഇങ്ങനെ ഡിറൈവ് ചെയ്യാം. ദറ്റ് ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി EY ഈസ് ഈക്വൽ ടു proportionate change in quantity demanded divided by proportionate change in income of the consumer. ഉദാഹരണത്തിന് Q1 Q2 ഡിമാൻഡുകളും Y1 Y2 ഇൻകവുമാണെങ്കിൽ Q2 മൈനസ് Q1 ആണ് ഡെൽറ്റ Q. അതുപോലെ Q2 പ്ലസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് Q. എങ്കിൽ ഡെൽറ്റ Q ബൈ Q എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റേഷ്യോ ആണ്. അതുപോലെ Y2 മൈനസ് Y1 ഈസ് ദി ഡെൽറ്റ Y ആൻഡ് Y2 പ്ലസ് Y1 ബൈ 2 ഈസ് ദ Y. So delta Y by Y is this ratio. So the proportionate change in quantity demanded divided by the proportionate change in income of the consumer gives the income elasticity of demand. അപ്പോൾ income elasticity of demand എന്ന് പറഞ്ഞാൽ അതാണ്. That is EY is equal to delta Q by Q divided by delta Y by Y is equal to ഡെൽറ്റ Q ബൈ Q ഇൻറ്റു Y ബൈ ഡെൽറ്റ Y. നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ Q ബൈ ഡെൽറ്റ Y ഇൻറ്റു Y ബൈ Q എന്ന് കിട്ടും. ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം വളരെ ചെറിയ ഒരു മാറ്റമാണെങ്കിൽ നമുക്കിതിനെ ഡി ക്യൂ ബൈ ഡി വൈ എന്ന് എഴുതാം. dq by dy into y by q is the income elasticity of demand. income elasticity of ഡിമാൻഡിനെ dq by dy into y by q എന്ന് എഴുതാം. ഇത് ഡെറിവേറ്റീവ് ആണ് ഡിമാൻഡ് ഫംഗ്ഷൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഇൻകം. ഓക്കെ, ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ ഈ വൈയുടെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചിട്ട് നമുക്ക് കമ്മോഡിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് കമ്മോഡിറ്റീസിന് നമുക്ക് നെസസറി കമ്മോഡിറ്റീസ്, ദെൻ നോർമൽ കമ്മോഡിറ്റീസ്, നെസസറീസ്, ദെൻ നെസസറീസ് തന്നെ നമ്മൾക്ക് ലക്ഷറീസ്, അതുപോലെ ഇൻഫീരിയർ കമ്മോഡിറ്റീസ് എന്നിങ്ങനെ പലതരത്തിലുള്ള കമ്മോഡിറ്റീസ് ഉണ്ട്. അപ്പോൾ ഫോർ നോർമൽ കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ ദ ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ് പോസിറ്റീവ്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത് പോസിറ്റീവായിരിക്കും. ദറ്റ് ഈസ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു എൻ ഇൻക്രീസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ വർധനമുണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിലും വർധനമുണ്ടാകുന്നു എന്നുള്ളതാണ് നോർമൽ കമ്മോഡിറ്റിയുടെ കാര്യം. അങ്ങനെ നോക്കുമ്പോൾ നോർമൽ കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവായിരിക്കും. നെസസറീസിൻ്റെ കാര്യത്തിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് +1. 0-നും 1-നും ഇടയിലായിരിക്കും
നെസസറീസിൻ്റെ കാര്യത്തിൽ ഇൻകം ഇലാസ്റ്റിറ്റി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെൻ ഇൻകം ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ നെസസറീസ് ആൾസോ ഇൻക്രീസസ് ബട്ട് ബൈ ലെസ് ദാൻ പ്രപ്പോർഷണേറ്റ്ലി എന്നുള്ളതാണ്. ഇൻകത്തിൽ വർധനവുണ്ടാകുമ്പോൾ ആനുപാതികമായി കുറഞ്ഞ വർധനവ് മാത്രമാണ് ഡിമാൻഡിലുണ്ടാകുന്നത്. എന്നാൽ ലക്ഷറീസിൻ്റെ കാര്യത്തിൽ ദിസ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ വൺ. ഇൻകം ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഇൻഫീരിയർ കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ് നെഗറ്റീവ്. ഇൻകം ഇലാസ്റ്റിറ്റി നെഗറ്റീവായിരിക്കും എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ വർധനവുണ്ടാകുമ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി, ഡിമാൻഡ് ഫോർ ദ ഇൻഫീരിയർ കമ്മോഡിറ്റി ഡിക്രീസസ്. ആസ് ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ ദ നെസസറി കമ്മോഡിറ്റീസ് ഡിക്രീസസ്. ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കാം. അപ്പോൾ അതായത് ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ നിന്നും നമുക്ക് കമ്മോഡിറ്റിയുടെ നേച്ചർ തീരുമാനിക്കാം. ഉദാഹരണത്തിന് ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ ദ കമ്മോഡിറ്റി ഈസ് എൻ ഇൻഫീരിയർ കമ്മോഡിറ്റി. ഇഫ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ വൺ the commodity should be luxury. If income elasticity lies between 0 and +1, it is a necessary commodity. If it is positive, it means that the commodity is a normal commodity. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവാറുള്ളതാണ്. ഉദാഹരണത്തിന് ഇൻകം ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനും ആ ഇൻകം ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങളോട് ഇൻഫർ ചെയ്യാനും പറയും. അതായത് കമ്മോഡിറ്റിയുടെ സ്വഭാവത്തിനെ നിർവചിക്കാനും പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നോക്കിയിട്ട് അത് നോർമൽ കമ്മോഡിറ്റിയാണോ, ഇൻഫീരിയർ കമ്മോഡിറ്റിയാണോ, ലക്ഷറി ആണോ, നെസസറി ആണോ എന്നൊക്കെ വിലയിരുത്താം. ഓക്കെ.